ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ സൂപ്പർ ഫോറിൽ UAE 44 റൺസിന് തോൽപ്പിച്ചു. ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. സൂപ്പർ ഫോർ ഉറപ്പിക്കാൻ അഫ്ഗാന് ജയം അനിവാര്യം. നിലവിൽ രണ്ടാമതുള്ള ബംഗ്ലാദേശിന് മത്സരം നിർണായകം. വൈകിട്ട് 8 മണിക്കാണ് ശ്രീലങ്ക അഫ്ഗാൻ പോരാട്ടം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നിലനിർത്താൻ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്നിറങ്ങും. പാകിസ്ഥാന്റെ അർഷദ് നദീം അടക്കം ശക്തരായ എതിരാളികളാണ് കളത്തിലുള്ളത്. യോഗ്യതാ മത്സരത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ ഫൈനൽ ഉറപ്പിച്ച നീരജ് തുടർച്ചയായ 3-ാം ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനലിലാണ് ഇറങ്ങുന്നത്. നീരജിനേക്കാൾ മികച്ച ദൂരം കണ്ടെത്തിയ 5 താരങ്ങളും ഫൈനലിലുണ്ട്. 84.85 മീറ്റർ എറിഞ്ഞാണ് നീരജ് ഫൈനൽ ഉറപ്പിച്ചത്. ഇന്ത്യൻ താരം സച്ചിൻ യാദവും ഇത്തവണ ഫൈനൽ ഉറപ്പിച്ചു. 11 വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് ഇത്തവണ ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ മത്സരിക്കുന്നത്. വൈകിട്ട് 3:50 ഫൈനൽ മത്സരം തുടങ്ങുക. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ജമ്പിൽ ചരിത്ര നേട്ടത്തിലെത്തിയ ഇറ്റലിയുടെ 20-കാരൻ മാറ്റിയ ഫുർലാനി ലോങ് ജമ്പിൽ ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടത്തിലെത്തി. 8.39 മീറ്റർ ചാടിയാണ് ഇറ്റാലിയൻ താരത്തിന്റെ സ്വർണ്ണ നേട്ടം. ലോങ് ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇറ്റാലിയൻ താരവുമാണ് മാറ്റിയ. ഓസ്ട്രേലിയക്കെതിരായ 2-ാം ഏകദിനത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് 102 റൺസിന്റെ ഉജ്ജ്വല ജയം. ഇന്ത്യയുടെ 292 റൺസ് പിന്തുടർന്ന ഓസീസ് 190 റൺസിന് ഓൾ ഔട്ടായി. 91 പന്തിൽ 117 റൺസ് എടുത്ത സ്മൃതി മന്ദാനയുടെ ഉജ്ജ്വല സെഞ്ചുറിയാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഇന്ത്യക്കായി ക്രാന്തി 3-ഉം ദീപ്തി ശർമ്മ 2-ഉം വിക്കറ്റ് വീഴ്ത്തി. ജയത്തോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ ഒപ്പമെത്തി. പരമ്പര വിജയിയെ തീരുമാനിക്കുന്ന 3-ാം മത്സരം ശനിയാഴ്ച നടക്കും. സൂപ്പർ ലീഗ് കേരള ക്ലബ്ബ് കണ്ണൂർ വാരിയേഴ്സിന്റെ പരിശീലകൻ മാനുവൽ സാഞ്ചസിന് വൻ വരവേൽപ്പ്. ആരാധക കൂട്ടായ്മയായ റെഡ് മറൈനേഴ്സും ടീം മാനേജ്മെന്റും ചേർന്ന് കണ്ണൂർ വിമാനത്താവളത്തിലാണ് സ്പാനിഷ് പരിശീലകന് സ്വീകരണം ഒരുക്കിയത്. കോച്ചിനൊപ്പം അർജന്റീൻ പ്രതിരോധ താരം നിക്കോളാസ് ഡെൽമോണ്ടെയും കണ്ണൂരിലെത്തി. കഴിഞ്ഞ സീസണിൽ സെമിയിലെത്തിച്ച പരിശീലകനെ ഇപ്രാവശ്യം കിരീടത്തിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് ടീം മാനേജ്മെന്റ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ചാമ്പ്യൻസ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ PSG-ക്ക് വമ്പൻ ജയം. അറ്റ്ലാന്റയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിയെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ജർമ്മൻ വമ്പന്മാരായ ബയേണും ആദ്യ ജയം സ്വന്തമാക്കി. സൂപ്പർ താരം ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടി. അവസാന മിനിറ്റിൽ നേടിയ ഗോളിൽ അത്ലറ്റിക്കോയ്ക്കെതിരെ ലിവർപൂൾ ആവേശ ജയം സ്വന്തമാക്കി. 2-3 ഗോളുകൾക്കായിരുന്നു ലിവർപൂളിന്റെ ജയം. മാർക്സ് തുറാമിന്റെ ഇരട്ട ഗോള് മികവിൽ ഇന്ത്യ അയാക്സിനെയും തോൽപ്പിച്ചു.